ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹൈക്ക. ഞാൻ നൈക്കയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. അതിപ്പോൾ എനിക്ക് കുറച്ച് മുന്നേ എനിക്ക് ഡെലിവേർഡായി. ഞാൻ പൊട്ടിച്ച് നോക്കി, പിന്നെ പൊട്ടിച്ചതിന് ശേഷമാണ് വിചാരിച്ചത് എന്നാ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ ഡേ ഒരു എൻ ബ്യൂട്ടി ഇറേസർ ആക്നി പാച്ചസ്. ഞാൻ മറ്റേ ഡെർമാക്കോടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വില കൂടുതലാണ്, പക്ഷെ നല്ല ആക്നി പാച്ചസ് ആണ്. അതിന്റെ പകുതി വില ഇതിനുള്ളൂ. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അടുത്തത് നമ്മൾ പ്ലമ്മിന്റെ നിയാസിനമൈഡ് റൈസ് വാട്ടർ ടോണർ. ഇത് എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തീർന്നു. അങ്ങനെ ഇത് റീപർച്ചേസ് ആണ്. ഇത് നല്ല ടോണറാണ് നമ്മുടെ ആക്നി പ്രോൺ സ്കിന്നിന്. ഇത് ഫ്രീ ആണ്. സെറാവേ മോയ്സ്ചറൈസിങ് ക്രീം ഫോർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ. ഇതെനിക്ക് ഫ്രീ കിട്ടിയത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇനി അടുത്തത് നോക്കാം. ഇത് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. സിംപ്ലി നാം ഹൈഡ്രാഫിറ്റ് ഫുൾ കവറേജ് ലൈറ്റ് വെയ്റ്റ് കളർ കറക്റ്റർ ഷെയ്ഡ് ആപ്രിക്കോട്ട്. പിന്നെ ഇത് പാക്കിൻ്റെ മേക്കപ്പ് ഫിക്സർ ആണ്, മിനി. എനിക്കിങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ ചെറിയ സൈസിലുണ്ടെങ്കിൽ ഞാൻ ചെറിയ സൈസേ വാങ്ങിക്കും. അടുത്തത് ലിപ് ഗ്ലോസ്, ട്രാൻസ്പെറൻറ്റ് ലിപ് ഗ്ലോസ്. ഇതും പാക്കിൻ്റെ തന്നെയാണ്. ഇതും കൂടെ ഉള്ള ഇപ്പോൾ നോക്കട്ടെ. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. ലാൻകോം പാരീസ് ജെനിഫിക് അൾട്ടിമേറ്റ് സെറം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞു പോയ വീക്കിലെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കും. യാബു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഉമ്മ. ഹാർട്ട് തെറ്റിപ്പോയാ ഉമ്മ? ഇല്ല, കറക്റ്റ്. മാമിയും മാമായും വീട്ടിൽ വന്നു. മാമി വന്നപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ ഈ ഒരു ഡേറ്റ്സ് പിക്കിളും കൂടി കൊണ്ടുവന്നു. ഇത് മാമിയുടെ സ്പെഷ്യൽ ഡേറ്റ്സ് പിക്കിളാണ്. ഇത് മാത്രമല്ല മാമിയുടെ എല്ലാ പിക്കിൾസും സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാമി ഉണ്ടാക്കുന്ന പിക്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പാർക്കുട്ടി വന്നു പാത്തുവിന്റെ യാബുവിന്റെയും കൂടെ കളിക്കാൻ. മാമിയുടെ പെട്ടി RCM എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പ്രോഡക്ട്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം കീസോൾ എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം അവർക്കുണ്ട്. അതായത് മറ്റേ സൺസ്ക്രീന് എല്ലാം എനിക്ക് നല്ലതാണ്. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് അതൊക്കെ നല്ലതായിരിക്കും, ഉപയോഗിച്ച് നോക്കണം. അങ്ങനെ ഞായറാഴ്ചയായി. അപ്പോൾ മാമിയും മാമായും പോകാനായിട്ട് ഇറങ്ങി. അവർ പള്ളിമുക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഉമ്മച്ചിയും അവരുടെ കൂടെ പോകുന്നു. എനിക്കിത് തന്നെ ഇത് മാമി കൊണ്ടുവന്ന ബീഫ് കട്ട്ലറ്റ് ആണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്താൽ മതി. മാമി ഇങ്ങനെ കട്ട്ലറ്റ് ഷേപ്പിലാക്കി അതിങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഇതിവിടെ വന്ന് നമ്മൾ ഫ്രീസറിൽ വെച്ച് കുറഞ്ഞ് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ബീഫ് കട്ട്ലറ്റ് ആയിരുന്നു. ശനി ഞായറും എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത്. അതേ പിള്ളേർ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. ഇതാണ് അതിൻ്റെ സോസ്. ഇത് ഭയങ്കര സ്പൈസിയാണ്, അതുകൊണ്ട് ബാക്കി രണ്ട് കളഞ്ഞിട്ട് ഒന്ന് എടുക്കുന്നു. പിള്ളേർക്ക് എരിവായതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരെണ്ണം എടുക്കാം. ഇത് തന്നെ എരിവ് കൂടി പോകുമെന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പം ആ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളത്തിലാണ് പിന്നെ കുക്ക് ചെയ്തത്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നൂഡിൽസ് അങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കത്തൊന്നുമില്ല ഇവർക്ക്. ഇതിപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഒരു കൊതിയായി ഇച്ചിരി നിർബന്ധം കാണിച്ചപ്പോൾ ഒന്ന് കൊടുത്തന്നേ ഉള്ളൂ. എരിവുണ്ടോ? കഴിച്ചു നോക്കി.
കൊള്ളാമോ? പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. ഞാനിത് വെള്ളമാണ് കുടിക്കുന്നത്, ചെറിയ ചൂട് വെള്ളം. ഞാൻ പണ്ടൊക്കെ എനിക്ക് ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. രാവിലെയും വൈകിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. പക്ഷേ ഹോസ്റ്റലിലൊക്കെ നിന്ന സമയത്ത് നമുക്ക് വീട്ടിലെ പോലത്തെ നല്ല ചായ കിട്ടത്തില്ലല്ലോ. അപ്പോൾ മറ്റേ കഷായം കുടിക്കുന്നത് പോലെ ആയിരുന്നു ആ ചായ കുടിച്ചിരുന്നത്. പിന്നെ അതുകൊണ്ട് ആ ഒരു ശീലം പതുക്കെ പതുക്കെ കുറച്ചതാണ്. പക്ഷേ ഇപ്പം എനിക്ക് ചായ കുടിക്കണമെന്ന് ഒരു കൊതിയൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു പകുതിയുടെ പകുതി ഗ്ലാസ് ചായ കുടിക്കും. വല്ലപ്പോഴും, സ്ഥിരമായിട്ട് കുടിക്കത്തില്ല. പുട്ടും പഴവുമാണ് എൻ്റെ ഫേവറേറ്റ് കംഫർട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് അങ്ങനെ ഒരു കംഫർട്ട് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? ക്ഷീണിച്ചാ? വീട്ടിൽ പോവാം. ഓക്കേ. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ വന്നപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് ചോദിക്കാം. എന്തായിരുന്നു നേരത്തെ പറഞ്ഞ, ഒന്നുകൂടെ പറയോ? കണ്ടാ? കൊള്ളാമോ? ഏത് കണ്ടത്? ഇഷ്ടപ്പെട്ടാ? ഓക്കെ. ഞാൻ ഉപ്പപ്പാടെ ഉമ്മമാടെ വീട്ടിൽ സിറ്റ് ഔട്ട് ഇരുന്നപ്പോൾ ഇവരവിടെ സാറ്റ് കളിക്കുകയായിരുന്നു റോഡിൽ നിന്ന്. അപ്പോൾ എന്നെ കണ്ട് ആണ് അവൻ ഇറങ്ങി വന്നത്. ഓക്കെ, ടാറ്റാ. ഞാൻ ആഴ്ചയിൽ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഹെയർ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യും. ഞാൻ ഇത് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നത് എന്നതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, പിന്നെ ഇവിടെ മേളിലും കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കാം, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സാധാരണ മോൻ ഉറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ജേർണലിംഗ് ടൈം. പക്ഷെ ഇന്ന് എനിക്ക് നേരത്തെ ഉറക്കം വന്നതുകൊണ്ട് അതും കൂടി അങ്ങ് എഴുതിയിട്ട് കിടന്നു. യാബുന് ചെറിയ ജലദോഷം അതുകൊണ്ടത് സ്കൂളിൽ വിട്ടില്ല. അമ്പി ചേച്ചി എങ്ങനെ അവനെ കളിക്കുന്നത്? ഞാൻ കളിച്ചേ അമ്പി ചേച്ചി കളിക്കുന്ന പോലെ. മോൻ്റെ സ്കൂളിൽ നാളെ KG സെക്ഷന് ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ശരിക്കും സൺഡേ ആണ് ഫാദേഴ്സ് ഡേ വരുന്നത്, അതുകൊണ്ട് അവർ ഫ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ അവർ ഡ്രസ് കോഡൊക്കെ പറഞ്ഞേക്കുന്നത് ബ്ലൂ ആണ്. പിന്നെ അവർ ഫാദറുമായിട്ടുള്ളൊരു ഫോട്ടോ ചാർട്ട് പേപ്പറിൽ ഡെക്കറേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാദർക്കായി മോനുമായിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്മുടെ സ്റ്റുഡിയോ ചേട്ടൻ്റെ അയച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ അത് പ്രിൻ്റ് എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതും കൂടെ ഒന്ന് ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചാൽ മതി. പിന്നെ മോനൊരു ബ്ലൂ കളർ ഉടുപ്പുണ്ട്, അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. സ്റ്റുഡിയോ ചേട്ടൻ്റെ പ്രിന്റുമായിട്ട് വന്നിട്ടുണ്ട്, അപ്പം ഞാൻ അത് പോയി വാങ്ങിക്കട്ടെ. ഇത് മറ്റേ ഇതല്ല, സ്റ്റിക്കറാണ് അടിച്ചേക്കുന്നത്. സ്റ്റിക്കറാണ്. ഇവിടെ ഒട്ടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ആദ്യം ഒരു സൈഡ് ഇങ്ങനെ ഇളക്കണം. നമ്മൾ നെയിം സ്ലിപ്പ് ഇളക്കും, അതുപോലെ അടിച്ചിട്ട് ഇത്രയും സ്ഥലം ഇങ്ങനെ ഇളക്കി എടുക്കണം. ആദ്യം ഇത്രയും സ്ഥലം ഇളക്കാവും. എന്നിട്ട് ഇത് ആദ്യം ഒന്ന് ഒട്ടിക്കണം ഇങ്ങനെ. എന്നിട്ട് മറ്റേ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് ഒട്ടിച്ചൊട്ടിച്ച് വന്നാൽ മതി. മൊത്തത്തിൽ അങ്ങ് വലിച്ചിളക്കിയിട്ട് ഒട്ടിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചുളുങ്ങി പോകും. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ആൻഡ് ഹാപ്പി ഫാദേഴ്സ് ഡേ ടു ഓൾ.